പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് നാലഞ്ചിറ ബദനി നവജീവൻ പ്രോവിൻസ് വൈസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺ ക്രിസ്റ്റഫർ OAC അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാർത്താണ്ഡം രൂപതയിലെ ഫാത്തിമ നഗർ ഇടവകയിൽ അൽത്താര ബാലനായി ദൈവവിളിയുടെ ആദ്യാനുഭവ ശുശ്രൂഷകൾ ആരംഭിച്ചു. ആരാധന 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 ആരാധന. എൻ്റെ പേര് ഫാദർ ജോൺ ക്രിസ്റ്റഫർ OAC. ഞാൻ മാർത്താണ്ഡം രൂപതയിൽ ഈ ഫാത്തിമ നഗർ ഇടവകയിൽ മണലി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. ഞാൻ 1971 എൻ്റെ ജനനം. മാതാപിതാക്കൾ ഞാൻ മൂത്ത മകനാണ്. 2 ബ്രദേഴ്സും ഒരു സഹോദരിയുമുണ്ട്. അവരൊക്കെ സുഖമായിരിക്കുന്നു. എൻ്റെ അമ്മ 50ാമത്തെ വയസ്സിൽ 2000 സെപ്റ്റംബർ 14 ശ്രീബാ പെരുന്നാളുടെ ദിവസം മരണപ്പെട്ടു. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴാണ് എൻ്റെ ഓർഡിനേഷൻ. ഞാൻ 10ാം ക്ലാസ് വരെ അവിടെ തന്നെ തമിഴ് മീഡിയത്തിലാണ് പഠിച്ചത്. തമിഴിലാണ് ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അത് രണ്ടും പ്രൈമറി സ്കൂള് സെയിൻറ്റ് ലിറ്റിൽ ഫ്ലവർ പ്രൈമറി സ്കൂൾ, അത് കഴിഞ്ഞിട്ട് സെയിൻറ്റ് എഫ്രൈം ഹൈസ്കൂള് സൂര്യകോട്. രണ്ടും കാത്തലിക് സ്കൂൾസാണ്. ഒന്ന് ലാറ്റിൻ രൂപതയുടെ സ്കൂള്, മറ്റത് മലങ്കര സഭയുടെ സ്കൂളുകൾ. അവിടെ ആയിരുന്നപ്പോൾക്ക് ബഹുമാനപ്പെട്ട സക്രിയാസ് കുഴിപ്പറമ്പിലച്ഛന് വളരെ ഒരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ്. എൻ്റെ അവിടുത്തെ ഹെഡ് മാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് 2 സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ സിസ്റ്റേഴ്സും വളരെയേറെ അധികം സ്വാധീനം ചെലുത്തിയ സിസ്റ്റർ ഗിൽഡ, അതുപോലെ തന്നെ സിസ്റ്റർ സാവിയോ, 2 DM സമൂഹത്തിലെ അംഗങ്ങളാണ്. അവരൊക്കെ എൻ്റെ ദൈവവിളിക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനേക്കാൾ ഉപരി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചു. അന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു. അന്നു മുതൽ ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അന്ന് വികാരി അച്ഛൻ ഞങ്ങളെ നിർബന്ധിക്കും. അതിനേക്കാൾ ഉപരി എൻ്റെ അമ്മ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ 6 മണിക്ക് പള്ളിയിൽ പോവുകയും 6:30 കുർബാനയ്ക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആ സമയത്ത് ചേരുന്നത് വരെ അധികം മുടക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കാറ്റഗീസം പഠിപ്പിച്ച ചില വ്യക്തികൾ വളരെ വൊക്കേഷനിൽ വളരെ പ്രാധാന്യം വഹിച്ച വ്യക്തികളാണ്. അതിലൊന്ന് റോസമ്മ ടീച്ചർ മരിച്ചുപോയി. ആ ടീച്ചറായിരുന്നു അന്നൊരു തയ്യൽ ടീച്ചറാണ്. അവർ കാറ്റഗീസത്തിൻ്റെ HM-ആയിരുന്നു. അവർ വളരെയേറെ എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട് എൻ്റെ വൊക്കേഷനിൽ. അതുപോലെ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നല്ലതങ്ക ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറും എൻ്റെ ദൈവവിളിക്ക് അന്നത്തെ ആ കൊച്ചുപ്രായത്തിൽ ഒരു ചെറിയ സ്വാധീനം ചെലുത്തിയതുപോലെ ഞാൻ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിലെ അമ്മയുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഉണ്ടായിരുന്നത്. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, പ്രാർത്ഥിപ്പിക്കുന്ന അമ്മയും കൂടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടായിരുന്നു വീട്ടിലെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ. പപ്പയാണെങ്കിൽ പൊതുവേ സൈലൻ്റാണ്. എന്നാൽ ഏത് പള്ളിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ കുരിശിനെ കാണുമ്പോഴൊക്കെ കുരിശ് വരയ്ക്കുന്ന ഒരു സ്വഭാവം
പപ്പയ്ക്കും ഉണ്ടായിരുന്നു. എവിടെ ബസ്സിൽ പോയാലും ശരി, നടന്നു പോവുകയാണെങ്കിലും അത് തന്നെ ഞങ്ങൾക്കും മക്കൾക്കും ആ ഒരു സ്വാധീനം ഞങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ട്. ഞങ്ങൾക്കറിയാതെ തന്നെ കൊച്ചുനാളുകളിലൊക്കെ ഏത് പള്ളി കണ്ടാലും, അത് കുരിശുള്ള ഏത് പള്ളി കണ്ടാലും അതൊക്കെ കത്തോലിക്ക സഭയാണെന്നുള്ള ഒരു ചിന്തയും അവിടെയൊക്കെ കുരിശ് വരച്ച് പോകുന്ന ഒരു രീതിയൊക്കെ വീട്ടിൽ നിന്ന് ലഭിച്ചതാണ്. ഈ ഒരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മളറിയാതെ തന്നെ കുർബാനയിലും ഇടവയോടും പള്ളിക്കാര്യങ്ങളോടും കൂടുതലോട് താല്പര്യം കൊച്ചു നാൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം കുർബാന സ്വീകരിച്ച് അൾത്താരപാലനായിട്ട് മാറിയപ്പോൾ പിന്നെ അതുമായിട്ട് വന്ന് ലിറ്റർജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് തന്നെ നമുക്ക് അതിലൊക്കെ പങ്കെടുക്കാം. മാമോദിസ കൊടുക്കുമ്പോഴും അച്ഛൻ്റെ കൂടെ നിൽക്കുക, അച്ഛൻ വീട് വിസിറ്റ് പോകുമ്പോഴും അതിൻ്റെ കൂടെ പോവുക, അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ അച്ഛൻ വിളിക്കും ശുശ്രൂഷകരെന്നുള്ള നിലയിൽ. അതിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ കൂടുതൽ താല്പര്യമായിരുന്നതൊക്കെ അതൊക്കെയാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. കുടുംബത്തിൽ ആർക്കും തന്നെ ഒരു ദുർസ്വഭാവം എന്ന് പറയത്തക്ക രീതിയിലൊന്നും തന്നെ ഒരു സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ മദ്യമെടുക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും അതൊക്കെ ഇൻഡയറക്റ്റായിട്ട് ദൈവവിളിയിലേക്ക് എന്നെ നയിച്ച ഘടകങ്ങളെന്നാണ് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നത്. അങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആശ്രമത്തിൽ ബഹുമാനപ്പെട്ട ജയപ്പോൾ അച്ഛനാണ് ആശ്രമത്തിലേക്കുള്ള അതിനെക്കുറിച്ച് അറിയിക്കുന്നതും എൻ്റെ അന്നത്തെ വികാരിയായിരുന്ന ജോസഫ് ലാങ്കാൽ അച്ഛനോട് പറഞ്ഞ് എന്നെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ. 1987 നാലാഞ്ചിറ ബദനി ആശ്രമത്തിൽ അംഗമായി ചേർന്നു. തുല്യം ചൊല്ലാൻ 2001 നവംബർ 30 പുരോഹിതനായി അഭിഷിക്തനായി. അങ്ങെപ്പോലെ യേശുവേ. ആലുവയിൽ പ്രീ നോഷ്യറ്റിൽ ബഹുമാനപ്പെട്ട മനോജ് അച്ഛൻ ഡോക്ടറായിരുന്നു. ആ ഒരു വർഷം കഴിഞ്ഞ് നോഷ്യേറ്റ് കയറുന്നു. നോഷ്യേറ്റ് കയറിയപ്പോൾ ബഹുമാനപ്പെട്ട ലോറൻസ് അച്ഛനാണ് ഞങ്ങളുടെ നോയ്സ് മാസ്റ്റർ. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ നോഷ്യേറ്റ് കാലം. ഒത്തിരി നല്ല സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കുവാനും മനസ്സിലാക്കി തരാനും ഒക്കെ പറ്റിയ ഒരു അവസരമാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സിദ്ധിയെക്കുറിച്ചും സമൂഹം എന്താണ്, ബദനി സന്യാസ സമൂഹം എന്താണെന്നും വിശുദ്ധ നിയമത്തെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള വ്യക്തത അന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. അത് ബഹുമാനപ്പെട്ട ലോറൻസ് അച്ഛൻ, ഞങ്ങളുടെ ഗുരു അച്ഛൻ്റെ മാതൃകാപരമായിട്ടുള്ള ജീവിതവും അതിനേക്കാളെല്ലാം ഒരു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അക്കമ്പനിമെൻറ്റും വളരെയേറെ സഹായിച്ചു. അപ്പോൾ സന്യാസത്തിൻ്റെ നിഷ്ഠകൾ, അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള സ്നേഹം, സഭാ സ്നേഹം, പിന്നെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സന്യാസ മൂല്യങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ പറ്റിയ ഒരു സമയമായിരുന്നു. അതുപോലെ നോഷ്യേറ്റ് ലൈഫാണ് ഫോർമേഷൻ പീരീഡിൽ വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു വർഷമായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് വ്രതം എടുത്തു. ഫസ്റ്റ് പ്രൊഫഷൻ കുപ്പായൊക്കെ ഇട്ട് പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് അടുത്ത് ഞാൻ ഫിലോസഫി പഠിക്കാനായിട്ട് പൂനെയിൽ പോയി. പൂനെയിൽ ബഹുമാനപ്പെട്ട ബർക്ക്മാൻ സച്ചിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഞങ്ങൾക്ക് ഫോർമേഷനൊക്കെ ലഭിച്ചത്. അവിടെയും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം, സ്വന്തം കാലിൽ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുള്ള ഒരു ഫോർമേഷനായിരുന്നു. അതുപോലെ റെസ്പെക്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആ രണ്ട് കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ഫോർമേഷൻ സ്റ്റൈലാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഉത്തരവാദിത്വബോധത്തോടായിരിക്കുക, ഒരു ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും അത് വിശ്വസ്തപൂർവ്വം നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ കാര്യം നമ്മൾ ഏൽപ്പിച്ചാലും അതിൽ പ്ലാൻ ചെയ്ത് നല്ലതുപോലെ ഇൻവോൾവായി ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ട ബർക്ക്മാൻ സച്ചിനും അത് നമുക്ക് ലഭിച്ച മൂല്യങ്ങൾ. ഫിലോസഫി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് റീജൻസിയാണ്. ആ സമയത്ത് അച്ഛൻ ഈ ഡിഗ്രി പഠിച്ചിട്ട് ഓർഡിനേഷൻ വാങ്ങിച്ചാൽ മതി, അതായിരിക്കും നല്ലതെന്നുള്ളൊരു കോൺസെപ്റ്റ് സമൂഹത്തിൽ വന്നു. അതൊരു എക്സ്പെരിമെൻ്റായിട്ട് ഞങ്ങളുടെ ബാച്ചാണ് ആദ്യം അങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് വേറെ കോളേജുകളിൽ പോയി പഠിച്ചു. അങ്ങനെ ഞാൻ മുക്കമ്പാല ആശ്രമത്തിൽ താമസിച്ച്
സെയിൻറ്റ് ജൂഡ്സ് തൂത്തൂർ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് 3 വർഷം, റീജൻസി അതും കൂടെ അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് റീജൻസിയോടൊപ്പം 3 years റീജൻസി 4 ഡിഗ്രി. അത് കഴിഞ്ഞ് വീണ്ടും പൂനെയിലേക്ക് തിരിച്ചു പോകുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജോൺ കൃപാനന്ദ അച്ഛനാണ് അന്നത്തെ അവിടുത്തെ സുപ്പീരിയർ. അച്ഛൻ്റെ കൂടെ ഞാൻ താമസിച്ച് എനിക്കെല്ലാ സഹായങ്ങളും പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനേക്കാളുപരി വളർത്തുക എന്നുള്ള ചിന്തയിൽ നല്ലൊരു അനുഭവമായിരുന്നു എൻ്റെ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടുള്ള എൻ്റെ BA പഠനം. പിന്നെ വീണ്ടും തിരിച്ച് പൂനെ ആശ്രമത്തിൽ വീണ്ടും തിയോളജി പഠിക്കാൻ പോകുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛനാണ് കാലം ചെയ്ത ഭരണബാസ് പിതാവായിരുന്നു ഞങ്ങളുടെ റെക്ടർ. ആ സമയത്ത് നല്ലൊരു അനുഭവം. പിതാവിൽ നിന്ന് പഠിച്ചതാണ് നമുക്ക് വളർത്താം എന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ആപ്തവാക്യം. നമ്മളും വളരണം, കൂടെ ഉള്ളവരെ വളർത്തുകയും ചെയ്യണം. ആ ഒരു ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ലഭിച്ച ഒരു നന്മയായിട്ട് ഞാൻ കാണും. പിതാവിൻ്റെ ഒരു എല്ലാവരെയും വളർത്തുക, അല്ലെങ്കിൽ ഒത്തിരി മറ്റുള്ളവരെ അംഗീകരിക്കുക, അതിനുവേണ്ടി പിതാവെടുത്ത ത്യാഗങ്ങളും അത് ഓരോ ചെറിയ പരിശ്രമങ്ങളും അതൊക്കെ ആ കാലഘട്ടത്തിൽ ഞങ്ങളെയൊക്കെ ഒത്തിരിയേറെ സ്വാധീനിച്ച കാര്യമാണ്. പിതാവിൻ്റെ അച്ഛനും ചാക്കോ അച്ഛൻ്റെ ഒരു സ്വാധീനം, റെക്ടർഷിപ്പും വളരെയേറെ സ്വാധീനം നൽകിയ ഒന്നാണ്. പിന്നെ അടുത്ത് വരുന്നത് ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനാണ്. ആൻ്റണി അച്ഛനാണ് ഇന്നത്തെ അന്തോണിയസ് പിതാവ്. ആ പിതാവായിരുന്നു അടുത്ത ഞങ്ങളുടെ റെക്ടറായിരുന്നു ഓർഡിനേഷൻ സമയത്തൊക്കെ. അങ്ങനെ ഇവരുടെ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഇൻഡിപെൻഡൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും ഞങ്ങളെ വിശ്വസിക്കുകയും ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുകയും സമൂഹത്തോടുള്ള പ്രത്യേകമായ പ്രതിബദ്ധത, അതും സഭയോടുള്ള സ്നേഹം, ഇതൊക്കെ ഞങ്ങൾക്ക് ആഴമായിട്ട് പറഞ്ഞ് തന്ന അല്ലെങ്കിൽ പരസ്പരം വളർത്തിയ ഒരു കാലഘട്ടമാണ് ഈ പൂന ആശ്രമത്തിലെ ഞങ്ങളുടെ ഫോർമേഷൻ ലൈഫ്. ആ സമയത്താണ് 2000 സെപ്റ്റംബർ 14 എൻ്റെ അമ്മ മരിക്കുന്നത്. ആ സമയത്ത് ഞാൻ പൂനയിലെ സബ് ഡീക്കൻ, ഇത് ഓർഡിനേഷൻ 1 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സമൂഹത്തിൽ 2000 പ്രോവിൻസുകൾ രണ്ടായിട്ട് തിരിഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് റീജി അച്ഛനാണ് അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ. അമ്മ മരിക്കുന്ന ആ സമയത്തും അവിടെ നിന്ന് മരണവാർത്ത അറിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരിക, വീട്ടിൽ വരുമ്പോൾ തന്നെ അടക്കത്തിൻ്റെതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, സമൂഹങ്ങൾ മുഴുവനും ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അതൊരു അനുഭവം വേദ്യമായിരുന്നു. അമ്മയുടെ ആ മരണസമയത്തും പ്രത്യേകിച്ച് അന്നത്തെ പ്രൊവിൻഷ്യൽ കൗൺസിലിലായിരുന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയർ അച്ഛനും തോമസ് റീ അച്ഛനും ടീമും ഒക്കെ അതിൽ പിന്നെ എല്ലാവരും നമ്മുടെ സമൂഹത്തിലെ എല്ലാ വൈദികരും, അതുപോലെ മാർത്താണ്ഡം രൂപതയിലുള്ള വളരെയേറെ വൈദികരും DM സിസ്റ്റേഴ്സ്, ഇവരൊക്കെ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് അന്ന് ലഭിച്ചു. അതൊരു അമ്മയുടെ മരണം ഒരു രീതിയിൽ പറഞ്ഞാൽ വ്യക്തിപരമായിട്ടൊരു വലിയൊരു നഷ്ടമാണെങ്കിലും ഈ സഭയോടുള്ള ആ ബന്ധത്തെ കുറച്ച് ശക്തിപ്പെടുത്തിയെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ജീവനേ സ്വന്തമേ 2016 ബെൽജിയത്തിലെ ലുവൈൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോറൽ തിയോളജി എഡ്യൂക്കേഷൻ ആൻഡ് എത്തിക്സിൽ ഡോക്ടറേറ്റ് നേടി. ബദനി നവജീവൻ പ്രോവിൻസിന് കീഴിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മിഷൻ ഫീൽഡുകളിൽ പ്രവർത്തിച്ചു. ആരാധന ആരാധന 2001 നവംബർ 30 ഞാനൊരു വൈദികനായിട്ട് അഭിഷിക്തനായി. അത് എൻ്റെ സ്വന്തം ഇടവകയിൽ വെച്ചാണ്. അത് ആശ്രമത്തിൽ സാധാരണ നടക്കുന്ന കാര്യമല്ല. സ്വന്തം ഇടവകയിൽ വെച്ചാണ് എൻ്റെ ഓർഡിനേഷൻ നടത്തിയത്. പോൾ മാത്യു അച്ഛന്, ബഹുമാനപ്പെട്ട സത്യൻ തോമസ് അച്ഛന്, പിന്നെ ഞാൻ. അപ്പോൾ ഈ ഞങ്ങൾ 3 പേരും 3 സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ്. ഒരാൾ കർണാടകയിലുള്ള സത്യനച്ഛൻ കർണാടകയിൽ നിന്നും, പോൾ മാത്യു അച്ഛൻ പത്തനംതിട്ട, പിന്നെ ഞാൻ തമിഴ്നാട്. അപ്പോൾ 3 സ്റ്റേറ്റ് ത്രിമൂർത്തികളെന്നും പരിശുദ്ധാത്മാവൻ ഈ പിതാവപുത്ര പരിശുദ്ധാത്മ എന്നുള്ള പറയുന്ന കുറച്ചൊക്കെ അസുയോജനമായിട്ടുള്ള ഒരു ബാച്ചായിട്ടാണ് ഞങ്ങൾ തന്നെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 3 സ്റ്റേറ്റിലാണെങ്കിലും ഒരേ ഹൃദയത്തോടും
സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ലിങ്ക്ഡായിരുന്നു, വളർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമുക്ക് എപ്പോഴും തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ബാച്ചായിരുന്നു. അങ്ങനെ 3 പേർ 3 സ്ഥലത്ത് വെച്ച് നവംബർ മാസത്തിൽ പട്ടം ലഭിച്ചു. ഇപ്പം അടുത്ത ഈ നവംബർ 30-ന് ജൂബിലി തുടങ്ങുകയും ചെയ്യുകയാണ്. 25 വർഷം ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ 25 വർഷമാവുകയാണ് വൈദികരായിട്ട്, അഭിഷിക്തരായിട്ട്. അങ്ങനെ ആ ഒരു ഓർഡിനേഷൻ്റെ ഒരു സെറിമണിയും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമന്യ ക്രിസോസ്റ്റം പിതാവായിരുന്നു എനിക്ക് ഓർഡിനേഷൻ തന്നത്. ഓർഡിനേഷന് വേണ്ടിയുള്ള ഒരുക്ക ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 സ്ഥലത്തായിട്ട് ഓർഡിനേഷൻ നടന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം 22-ാം തീയതി സത്യനച്ചനും 27-ാം തീയതി പോൾ മാത്യു അച്ഛനും 30-ാം തീയതി നവംബർ മാസം എനിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞിട്ടിങ്ങനെ 3 സ്ഥലത്തും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. 27-ാം തീയതി ഓർഡിനേഷൻ കഴിഞ്ഞതിന് ശേഷം അഭിമന്യ ക്രിസോസ്റ്റം പിതാവ് എന്നെ പിതാവിൻ്റെ അരമനയിൽ കൂട്ടിക്കൊണ്ടുപോയി, മാർത്താണ്ഡം അരമനയിൽ. പിന്നീട് എന്നെ അതിനുവേണ്ടി ഒരുക്കി എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഒരു 3 ദിവസം 28, 29 ഈ 2 ദിവസവും ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. പിതാവ് കുറച്ച് സമയം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞ് എന്നെയും കൊണ്ട് ചാപ്പലിൽ പോകുന്നു, പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നു, വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അങ്ങനെ 2 ദിവസത്തെ ഒരു അനുഭവം ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം. എന്നെ ഓർഡിനേഷന് വേണ്ടി വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ പിതാവ് എനിക്ക് നൽകുകയും എനിക്ക് വൈദിക പട്ടം എൻ്റെ സ്വന്തം ഇടവകയിൽ വെച്ച് നൽകുകയും ചെയ്തു. ആ ഇടവകയിൽ വെച്ച് ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ പുറത്ത് നടത്തുന്ന എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓർഡിനേഷനായിരുന്നെന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് മാർത്താണ്ഡം രൂപതയിൽ നിന്നുള്ള 2ാമത്തെ വൈദികനായിരുന്നു ഞാൻ അന്ന്. അപ്പോൾ ആ രീതിയിലുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 3500-4000 പേര് പങ്കെടുക്കുന്ന ഒരു ഓർഡിനേഷൻ സെറിമണിയായിട്ടൊക്കെ അത്രയ്ക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൾ അനുഭവിച്ച ഒരു ഓർഡിനേഷൻ സെറിമണിയായിട്ട് അതിനെ കാണും. പിന്നെ അമ്മയുടെ അഭാവം, ഒരു സെൻറ്റിമെൻ്റൽ ഒരു ബന്ധമുണ്ടായിരുന്നു. 1 വർഷമേ ഉള്ളൂ അമ്മ മരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു കോണ്ടസ്റ്റുമൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമായിട്ട് ഓർഡിനേഷൻ സെറിമണിയും അതിനുള്ള ഒരുക്കങ്ങളും സമൂഹത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരുക്കങ്ങളും അതിലുള്ള പങ്കാളിത്തവും എല്ലാം എൻ്റെ ദൈവവിളിയെ ശക്തിപ്പെടുത്തിയെങ്കിലും സന്യാസ വൈദ്യ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ എനിക്ക് വളരെയേറെ സഹായമായിരുന്നു. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല. കൗമാരകാലത്ത് തന്നെ തനിക്ക് ലഭിച്ച ദൈവവിളിയോട് നീതി പുലർത്തിക്കൊണ്ട് തൻ്റെ ജീവിതവും ശുശ്രൂഷകളും തുടരുകയാണ് ഫാദർ ജോൺ ക്രിസ്റ്റഫർ OAC അച്ഛൻ. ഇപ്പോൾ ബദനി നവജീവൻ പ്രോവിൻസിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എഡ്യൂക്കേഷൻ കൗൺസിലറായും ശുശ്രൂഷ ചെയ്തു വരികയാണ് ഫാദർ ഡോക്ടർ ജോൺ ക്രിസ്റ്റഫർ OAC അച്ഛൻ. നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നതും നമ്മളെ ഒരു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക നമ്മളെ കരുക്കളായിട്ട് മാറ്റുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഒന്ന് തിരിച്ചറിയേണ്ടത്. 2, ഞാൻ കൂടുതലും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലെ പ്രിൻസിപ്പളും അല്ലെങ്കിൽ കറസ്പോണ്ടൻ്റായിട്ടൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നമുക്ക് വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ നമുക്ക് സാധിക്കും. ഒത്തിരി മൂല്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓരോ കുഞ്ഞുങ്ങളും വ്യക്തികളാണ്, മനുഷ്യരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സേവനമാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതും. അതും പ്രത്യേകിച്ച് ബദനി ആശ്രമങ്ങളുടെ എല്ലാ സ്കൂളുകളിലും എല്ലാ വൈദികരും ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. എല്ലാ ദിവസവും വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ വെർച്വൽ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ കൊടുക്കുന്നു. മാതാപിതാക്കളുമായിട്ടൊക്കെ നമ്മൾ കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയേറെ ഇമ്പാക്റ്റ് കൊടുക്കുവാൻ നമ്മുടെ എഡ്യൂക്കേഷൻ അപ്പോസ്റ്റലേറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബദനി ആശ്രമം നമുക്ക് ഒരു സമൂഹപരമായിട്ടുള്ള ബദനി ആശ്രമം, ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം, മാർ യോഹന്നാനീസ് പിതാവിൻ്റെ ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ
നമ്മളെ സഹായിക്കുന്നു. ഞങ്ങളുടെ ഗുരു കർത്താവിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനവും സമൂഹത്തിൻ്റെ സിദ്ധി, യേശുവിനെ അനുകരിക്കുക, മാർ യോഹന്നാനോസ് പിതാവ് സ്വപ്നം കണ്ട ബഥനി എപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടാതെ, സ്പിരിറ്റ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യവും ഏന്തിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിതം നയിക്കുന്നത്. അപ്പോൾ എനിക്ക് ലഭിച്ച വിളി ബഥനി ആശ്രമത്തിലേക്കുള്ള വിളിയാണ്. ബഥനി ആശ്രമത്തിലൂടെ സഭയെ സേവിക്കുക, സമൂഹത്തെ സേവിക്കുക, അതിനുവേണ്ടി സമൂഹാംഗങ്ങളോട് ചേർന്ന് വളരുക, സമൂഹാംഗങ്ങളെ വളർത്താൻ പറ്റുന്നിടത്തൊക്കെ വളർത്തുക. അതുപോലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരൊക്കെ ഓരോ ചെറിയ ഗ്രാമങ്ങളാണെങ്കിലും അതൊക്കെ വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറ്റുവാൻ നമ്മളൊക്കെ ശ്രമിച്ചാൽ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിൽ എല്ലാം ദൈവത്തിൻ്റെ കൃപയും മാർ യോഹന്നാനോസ് പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ദർശനവും അനുഗ്രഹവും ഞങ്ങൾക്ക് എപ്പോഴും കോട്ടയായിട്ടിരിപ്പുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് മാർ യോഹന്നാനോസ് പിതാവ് വളരെ ഒരു ശക്തിയാണ്. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ മാർ യോഹന്നാനോസ് പിതാവിൻ്റെ ഇഷ്ടവും കൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു ജീവിതമാണ് എൻ്റെ സന്യാസ വൈദിക ജീവിതം. അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കും ഒത്തിരി ദൈവവിളികൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആശ്രമത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ആശ്വാസത്തിൻ്റെ ഒരു അനുഭവം അവർക്കുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ they also will get lot of answers. Bethany is a house of answers and a house of consolation. So anybody who comes to Bethany Ashramam, they will get both these. Thank you. നാലഞ്ചിറ ബഥനി നവജീവൻ പ്രോവിൻസ് വൈസ് പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺ ക്രിസ്റ്റഫർ OACHന്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വലിയതാണെനിക്ക്